ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഇന്നൊരു കാര്യം പറയാനായിട്ട് വന്നിരിക്കുന്നത്. അതായത് ജനുവരി 3 ന്യൂ ഇയർ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. അപ്പോൾ എൻ്റെ ലെഫ്റ്റിലേക്ക് ഒടിഞ്ഞു പോയി. അന്നേരം ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അന്നേരം കുറേ പേരെടുത്ത് ചോദിച്ചു, എന്നാ പറ്റിയത്, നീ ബഗ്ഗി ടെസ്റ്റ് ചെയ്തപ്പോൾ എങ്ങാലും ഇടിച്ച് പറ്റിയതാണ്. അപ്പോൾ നമ്മുടെ ബഗ്ഗി ഇത് ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ. ബഗ്ഗി കാരണം ആക്സിഡൻ്റായി പറ്റിയതൊന്നുമല്ല. അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം പോയപ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. അതായത് ഒരു ദിവസം ഞാൻ വീട്ടിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടുകാരൻ വിളിച്ചു, എടാ ടൗൺ വരെ വരാമെന്ന് വെച്ചു. അപ്പം അങ്ങനെ ഞാൻ സാധാരണ ഇപ്പം പോകാറുണ്ട്. അപ്പോൾ ഞാനായിരുന്നു വണ്ടി ഓടിച്ചത്. അപ്പോൾ വണ്ടി ഓടിച്ചപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, അതായത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ ക്രോസ് ചെയ്യുക. അപ്പോൾ ഞാൻ രണ്ട് സൈഡ് നോക്കി, ഞാൻ എൻ്റെ എതിർവശം ക്ലിയർ ആയിരുന്നു. പക്ഷേ എൻ്റെ വശത്ത് ഒരു വണ്ടി ചെറുതായിട്ട് വരണ്ടായിരുന്നു പയ്യെ സ്പീഡിൽ. ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് അകലെയായിരുന്നു വണ്ടി. അപ്പം ഞാൻ ജസ്റ്റ് ക്രോസ് ചെയ്തപ്പോഴത്തേക്കും ആ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് ഒരു കാറ് പാഞ്ഞ് വന്ന് എനിക്ക് ഇടിച്ച്. അപ്പം എൻ്റെ ഫ്രണ്ടിനൊന്നും പറ്റില്ല, ഒരു പ്രശ്നം പറ്റില്ല, എൻ്റെ കാലൊടിഞ്ഞു. അപ്പം എൻ്റെ ഒരു എന്താ പറയുക, ബ്രോക്കൺ ലെഗിൻ്റെ ഒരു ഹീലിംഗ് ജേണിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻജോയ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയ ദിവസം എൻ്റെ കാലിലെ എല്ല് തന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചുറ്റി വെച്ചേക്കണെയാണ്. അപ്പോൾ ഇതുണ്ടോ, എൻ്റെ കാലിന് അവിടെ നീരൊക്കെ ഉണ്ട് ഏകദേശം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നീര് കൂടിയേക്കണേ. ഇപ്പോൾ ആക്സിഡൻ്റ് ആയതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് സർജറി ചെയ്തു. എൻ്റെ കാല് ചുറ്റി വെച്ചേക്കണം. അപ്പോൾ ഡ്രസ്സ് ചെയ്യുന്നത് ഇടയ്ക്ക് അഴിക്കും. അപ്പോൾ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ സ്റ്റിച്ചിട്ടൊക്കെ കാണാൻ പറ്റും, അവിടെ സ്ക്രൂ ഇട്ടാണ് എൻ്റെ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജ് ആയി. എൻ്റെ ലെഫ്റ്റിലേക്ക് ഇവിടെയായിട്ടാണ് എൻ്റെ ടിബിയ ബോണും ഫിബുല ബോണും, അതായത് 2 എല്ല് ഒടിഞ്ഞിട്ടുണ്ട്, വട്ടം. അപ്പോൾ ബെഡ് റെസ്റ്റ് പറഞ്ഞേക്കണം, എൻ്റെ കാല് കുത്തുന്നത് പറഞ്ഞേക്കണം. എനിക്കിപ്പോൾ ഇവിടെ ആംഗിളൊക്കെ കണക്കാൻ പറ്റില്ല. സർജറി കഴിഞ്ഞു. എനിക്ക് ആക്സിഡൻറ്റ് പറ്റി പിറ്റേ ദിവസം തന്നെ സർജറി ചെയ്തു. അപ്പോൾ എൻ്റെ വിരൽ ഇപ്പോൾ അനക്കാൻ പറ്റുന്ന സുഖമായിട്ട്, ആംഗിൾ അനക്കാണ്ട്. നേരത്തെ ഫുള്ള് മരവിപ്പായിരുന്നു. പിന്നെ എന്തോ ഭാഗം കൊണ്ട് എനിക്ക് സർജറി കഴിഞ്ഞിട്ട് ഒരു വേദന അനുഭവപ്പെട്ടില്ല. പിന്നെ അത് ഇവിടെ കുറേ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത് എന്താ പറയുക ഡ്രസ്സ് ചെയ്താണ്. കാരണം ആദ്യം ലൂസായിരുന്നു. കാര്യം എൻ്റെ നീരുണ്ട്, ഇവിടെ നല്ല നീരിറങ്ങി. അപ്പോൾ നമ്മുടെ പുതിയ ബഗ്ഗിയും കൂടി വന്നിട്ടുണ്ട്. ഇത് അടുത്ത് എൻ്റെ പുതിയ വണ്ടിയാണിത്. ഇതിനകത്താണ് ഇപ്പോൾ എൻ്റെ സഞ്ചാരം മൊത്തം. ഇപ്പോൾ ഈ വോക്കറിലാണ് എനിക്ക് നടക്കാൻ പറ്റുന്നത്. എനിക്ക് കാല് കുത്താൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും കാല് ഒരുപാട് ടൈം നമുക്ക് എനിക്ക് എന്താ പറയുക തൂക്കിയിടാൻ പറ്റില്ല, നീര് ഇറങ്ങും. അപ്പോൾ ഈ വോക്കർ ഉപയോഗിച്ച് ജസ്റ്റ് നടക്കാനായിട്ട് പറ്റും. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ കാലിൽ ഇട്ടേക്കണ ഈ സംഭവമില്ല, എൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല. ഈ സാധനം നമ്മൾ അഴിക്കാനായിട്ട് വന്നേക്കണം. ഇപ്പോൾ ഭയങ്കര തിരക്കാട്ടോ ഇവിടെ. ഒടുക്കത്തെ തിരക്കാം. ഞാനിപ്പോൾ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മുടെ കാലിന് ചെറുതായിട്ടൊരു മരവിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാലിന് ഒരുമാതിരി മരവിപ്പാണ്. ഇപ്പോൾ തൂക്കിയിടാൻ പറ്റണം എനിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാലിങ്ങനെ കയറ്റി വെച്ചേക്കണം. അപ്പോൾ കാലിൻ്റെ അവിടെ നീര് ഞാൻ തൊട്ട് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മിക്കവാറും ഇത് എന്താ പറയുക, പിന്നെ ഡ്രസ്സ് ചെയ്യേണ്ടി വരില്ല, ഓപ്പണായിട്ടും വെക്കണേ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറിന് മുകളിലായ കേസ് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. എൻ്റെ കാലാണെങ്കിൽ മരവിച്ച് ഒരുമാതിരി ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്രയും തിരക്കാണ്. അപ്പോൾ അത്ര 25ാമത്തെ ടോക്കൺ കണ്ടാൽ ഞാൻ. അപ്പോൾ അത്ര കഴിഞ്ഞിട്ട് എനിക്ക് പറ്റുള്ളൂ. ഇപ്പം എൻ്റെ കാലിന് ഡ്രസ്സിങ് അയച്ചിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ കാല് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും, ശരിക്കും ശോഷിച്ചിട്ടുണ്ട്. ആ ഫ്രാക്ചർ ഏരിയയിൽ മൊത്തം തടിച്ചിട്ടുണ്ട്, അത് നീരിൻ്റെയാണ്. ശരിക്കും കാല് ശോഷിച്ചു. അപ്പോൾ നിങ്ങൾ സ്റ്റാപ്ലെയർ പോലത്തെ സംഭവം കാണാം, അത് ശരിക്കും സ്റ്റിച്ചാണ്. സ്റ്റിച്ച് ഇന്ന് അഴിക്കില്ല, സ്റ്റിച്ച് പിന്നെയാണ് അഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് സ്ക്രൂ ഇട്ടേക്കണേ. അതിൻ്റെ കാലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കമ്പി പോയിട്ടുണ്ട്. അപ്പോൾ ആ കമ്പി ഹോൾഡ് ചെയ്യാനുള്ള സ്ക്രൂ ഇട്ട് വെച്ചേക്കണത്. അപ്പോൾ കാലിന് സ്റ്റിച്ചിട്ട് അവിടെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ബാൻഡേഡ് ഇടിച്ച് തന്നിട്ടുണ്ട്. അത് 10 ദിവസം കഴിയുമ്പോൾ അഴിക്കാനാണ് പറഞ്ഞേക്കണേ. വ്ളോഗ് യൂട്യൂബ് ചാനൽ സിമ്പിളായിട്ട്. ഹോസ്പിറ്റലിൻ്റെ അകത്തും പുറത്തും വെയിറ്റിംഗ് ആണ് കേസ്. നമ്മൾ ഇരുന്ന് മടുത്ത്. ഇപ്പോൾ സമയം ഏകദേശം 12 മണി 12 മണി ആവാറ് ഒരു 2 മിനിറ്റ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാലിൻ്റെ അവിടെ മുറിവൊക്കെ കാണാൻ പറ്റും. ശരിക്കും സ്കൂട്ടറിന് ഞാൻ ജീൻസ് ആയിരുന്നു കേട്ടോ, പക്ഷെ എന്നാലും എൻ്റെ കാല് മുറിക്കും. എങ്ങനെ എനിക്കറിയാൻ പറ്റില്ല, ചിലപ്പോൾ ഉരഞ്ഞായിരിക്കാം. എൻ്റെ കാലിന് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കാൽപ്പാദം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ലോണം ശോഷിച്ചാണ് ഇരിക്കുന്നത്. മറ്റേ നീരാണ് കാല് കച്ച് തടിയിച്ചിരിക്കുന്നത് കാരണം. ഈ മുറിവ് ഉണങ്ങാനായിട്ട് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, അതും കഴിക്കണം. ഇപ്പോൾ ഗൈസ് എൻ്റെ കാലിലെ
ഈ ബാൻഡേഡ്സ് കളയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ പൊളിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഇവിടുത്തെ മുറിവൊക്കെ ഉണങ്ങിയിട്ട് ഏകദേശം എന്താ ഇതിൻ്റെ ഉള്ളിൽ ചൊരഞ്ഞാണ്. ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, ഇവിടെയും ക്ലിയറായി. ഇവിടെ ആയിട്ടുണ്ട് ഫ്രാക്ചർ ചെയ്ത്, ഫോക്കസ് ഇവിടെ ആയിട്ടുണ്ട് ഫ്രാക്ചർ ആയി. ഇവിടെ നീരുണ്ടായിരുന്നു, അത് പോയി. പിന്നെ ഞാൻ പൊളിച്ചു നോക്കിയത് വേണ്ട, ഇവിടെ അതിനുണ്ട്. ഇവിടെ ഇരിക്കണ 2 മുറിവുണ്ട്, അവിടെയാണ് എൻ്റെ സ്ക്രൂ ഇട്ടേക്കണത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാപ്പിലായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇനി അതുകൊണ്ട് കളയണം. അവിടെ പൊളിച്ചുള്ളേറെ ഉണ്ട്. പറിച്ചിങ്ങനെ വേദന ഇട്ട് ചെറുതായിട്ട്, മുറിവിൻ്റെ വേദനയല്ല, പക്ഷേ ഇവിടെ ഇത് ഇച്ചിരി നമ്മുടെ രോമം ഉണ്ടാവുമല്ലോ അതിൻ്റെ വേദനയുണ്ട്. നനച്ചിട്ട് വരയ്ക്കാം. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് കേട്ടോ, 2 സ്ക്രൂ ഉണ്ട്. ഇവിടെ നമുക്ക് കുളിക്കാം. പിന്നെ ഇവിടെ പൊളിച്ചത് ഇതുവഴിയാണ് കമ്പി ഇട്ടേക്കണേ. എൻ്റെ ഒരു മുറിവുണ്ടോ, ഇവിടെ തുളച്ചിട്ടാണ് അടിയിട്ടിരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കമ്പി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ സ്ക്രൂ ചെയ്ത് വയ്ക്കാം. ഞാൻ പൊളിച്ചിട്ടുണ്ട് ഏകദേശം, വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല. ഓക്കെ, അടുത്ത സൈറ്റ് ഇരിക്കണം. അടുത്ത് ഇവിടെ സ്ക്രൂ ഉണ്ട് കേട്ടോ, സ്ക്രൂ ഉണ്ട്. ഓ, കുറച്ച് നേട്ടുണ്ട്. ഇതാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ. ഇപ്പം കാല് നീട്ടി വെക്കണ വലിയ വിഷയമൊന്നുമില്ല, പക്ഷെ നല്ല ചെറുതായിട്ട് മരവിപ്പുണ്ട് ഇവിടെയൊക്കെ ആയിട്ട്. വേറെ വീണ്ടും കുഴപ്പമൊന്നുമില്ല. കാലനക്കാനൊക്കെ പണ്ട് വിരലാനൊക്കെ. പക്ഷെ എന്നാലും നടക്കണമെങ്കിൽ നമുക്ക് വോക്കറിൻ്റെ ആവശ്യം വരണ്ട കേട്ടോ. ഇന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് കാല് മൊത്തം വൃത്തി ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നു. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് സ്റ്റിക്ക് കുത്തി നടക്കാൻ പറ്റും, ഫുൾ ബലം കൊടുക്കാണ്ട് ഒരുവിധം നടക്കാവുന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് എന്നാ പറയുക, സ്റ്റെപ്പൊന്നും കയറാൻ അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ എനിക്ക് 2 വീലർ 4 വീലർ ഓടിക്കാൻ പറ്റില്ല, കാല് സ്ട്രെയിൻ വരുമെന്ന് പറഞ്ഞ്. ഗൈസ്, ഇപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞ് 2 മാസമായിട്ട് ഏകദേശം. ഇപ്പോൾ എനിക്ക് പയ്യൊന്ന് നടക്കാൻ പറ്റും. ഇപ്പോൾ കിരീടത്തിൽ മോഹൻലാൽ മോഡൽ ജസ്റ്റ് ഒന്ന് നടത്തി കാണിക്കാം. എന്താ പറയുക, കാലിന് ഫുൾ ബലം കൊടുക്കാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാതി എല്ലിലും പാതി കമ്പിയിലാണ് നിൽക്കുന്നത്. പക്ഷെ എന്നാലും അത്യാവശ്യം നടക്കാൻ പറ്റില്ല. എനിക്ക് വീട്ടിലിരുന്ന് ഒരുപാട് ഇരിക്കണ ഇഷ്ടമല്ല, നിങ്ങൾക്ക് അറിയാലോ തന്നെ. ഫുൾ ടൈം ഞാൻ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നടക്കുവാണ്. ഫുൾ ബലം കൊടുത്തില്ല, എന്നാലും ഏകദേശമൊക്കെ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കാലിനൊരു മരവിപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഏകദേശം കാൽപാദത്തിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഒരു മരവിപ്പുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ തള്ളവിരലിൻ്റെ ഇപ്പുറത്തുള്ള വിരലൊക്കെ ഒരു മരവിപ്പുണ്ട്. ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച കാര്യമാണ്, അപ്പോൾ ബഗ്ഗിയുടെ കാര്യം എന്തായി, ഇപ്പോൾ നീ അത് ഉപേക്ഷിച്ചോ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഈ ആക്സിഡൻറ്റ് പറ്റിയതെന്ന് പറയുമ്പോൾ വണ്ടിയുടെ എഞ്ചിൻ്റെ ഒരു കാര്യം, എഞ്ചിൻ നോക്കാൻ നേരത്ത് പറ്റിയതാണ്. അതൊരു ഡിസ്കവറിൻ്റെ ഒരു എഞ്ചിൻ നോക്കാൻ നേരത്താണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത്. ആ വണ്ടി ഇപ്പോൾ വിറ്റ് പോയിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു ചേട്ടൻ പറഞ്ഞു പൾസർ 220 ഒരു എഞ്ചിൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അറിയില്ല, വിറ്റ് പോകുമെന്ന് അറിയാൻ പാടില്ല, ചേട്ടൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാലൊന്ന് റെഡി ആയി കഴിയുമ്പോൾ ഞാൻ ആ എഞ്ചിൻ പോയി എടുത്തുകൊണ്ട് വരാമെന്നാണ് ഇരിക്കണേ. അപ്പോൾ നമ്മുടെ വണ്ടി ഉണ്ടോ ജസ്റ്റ് അത് ബ്രേക്കും എഞ്ചിനോട് സെറ്റ് ചെയ്യേണ്ട താമസമുള്ളൂ. അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി റെഡി ടു ഗോ ആണ്. അപ്പോൾ ഞാൻ അപ്ഡേറ്റ്സ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ്സ് ഇടുന്നത്, യൂട്യൂബിനേക്കാളും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.